കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളെ ഒരു ചെറിയ ചോദ്യം. സർക്കാർ മാറിയാൽ എന്തൊക്കെയാണ് മാറുന്നത്? മുഖ്യമന്ത്രി മാറുമല്ലേ, മന്ത്രിമാർ മാറും, പേരും മാറും. പക്ഷേ കേരളത്തിന്റെ കടമെടുപ്പ് മാറുമോ? അതൊന്നും ചോദിക്കരുത്. അത് മാത്രം മാറില്ല. അത് കേരളത്തിന്റെ ഒരു പാരമ്പര്യ സ്വത്താണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഈ സാമ്പത്തിക വർഷം സർക്കാർ ലക്ഷ്യമിട്ട ആകെ കടമെടുപ്പ് 56,000 കോടി. പക്ഷേ സാമ്പത്തിക വർഷം തുടങ്ങി 4 മാസം കഴിഞ്ഞപ്പോഴേക്കും എടുത്തു കഴിഞ്ഞത് 26,000 കോടി. അതായത് ലക്ഷ്യമിട്ട കടത്തിന്റെ ഏകദേശം 47%. 4 മാസം കഴിഞ്ഞപ്പോഴേക്കും പകുതിയോളം കടം എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 8 മാസം എങ്ങനെയാണെന്ന് നോക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ മുദ്രാവാക്യം എന്താണെന്ന് മനസ്സിലാകും. ഇന്ന് കടമെടുക്കാം, നാളെ നോക്കാം. ഇതാണ് അവസ്ഥ. കേരളം ഇപ്പോൾ വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ഭരണമാറ്റങ്ങൾ വന്നിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് ഒട്ടും മാറ്റമുണ്ടായിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ തന്നെ സർക്കാർ ആകെ ലക്ഷ്യമിട്ട കടമെടുപ്പിന്റെ 46% സമാഹരിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 26,000 കോടി രൂപയാണ് സർക്കാർ കടമെടുത്തിട്ടുള്ളത്. വരുമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ അതിവേഗത്തിൽ ചെലവുകൾ ഉയർന്നതായാണ് സംസ്ഥാന സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ദീർഘകാല ആസ്തികൾ സൃഷ്ടിക്കുന്നതിനായി കടമെടുക്കുന്ന തുകയുടെ വലിയൊരു ഭാഗവും നിത്യ ചെലവുകൾക്കായി വകമാറ്റേണ്ടി വരുന്നു എന്നതാണ് നിലവിലെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതോടെ സാമ്പത്തിക കമ്മിയും കടവും ബജറ്റിൽ കണക്കാക്കിയതിന്റെ പകുതിയോളം ആദ്യ 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്തി നിൽക്കുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ലിനെ അനർത്ഥമാക്കും വിധമാണ് വരും ദിവസങ്ങളിലെ സാമ്പത്തിക മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഈ സാമ്പത്തിക വർഷം 56,000 കോടി രൂപയാണ് സർക്കാർ ആകെ കടമെടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇതിന്റെ പകുതിയോളവും ആദ്യ പാദത്തിൽ തന്നെ സമാഹരിക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലക്ഷ്യമിട്ട കടമെടുപ്പിന്റെ 47% എടുത്തിരുന്നത്. അതായത് സർക്കാർ മാറിയെങ്കിലും കടമെടുപ്പിന്റെ വേഗതയിലും ശൈലിയിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ഈ 14,000 കോടി രൂപ കടമെടുത്തത്. അതേസമയം മുൻവർഷത്തെ അപേക്ഷിച്ച് മൂലധന ചിലവുകൾ ഉയർന്നത് മാത്രമാണ് സാമ്പത്തിക രംഗത്തെ ആകെയുള്ള ഒരു ആശ്വാസകരമായ ഘടകം എന്ന് പറയുന്നത്. ശമ്പളവും പെൻഷനും ബോണസും അടക്കമുള്ള ഓണച്ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത് 9,000 കോടിയോളം രൂപയാണ്. ഓണത്തിന് മുന്നോടിയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും ഈ ആഴ്ചയിൽ തന്നെ നടക്കുമെന്നാണ് പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 9 കോടിയും ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വിതരണത്തിന് 128 കോടി രൂപയും ആവശ്യമുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർക്ക് ബോണസും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ജീവനക്കാർക്ക് 20,000 രൂപ അഡ്വാൻസ് നൽകുന്നതും പുരോഗമിക്കുകയാണ്. KSRTCക്കും നഷ്ടത്തിലുള്ളതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ബോണസ് വിതരണത്തിനും വൻ തുക സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട്. അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ആശ്വാസ ധനസഹായ വിതരണ പരമ്പരാഗത മേഖലയായ കശുവണ്ടി, കയർ, കൈത്തറി തൊഴിലാളികൾക്കുള്ള ഓണം തുക വിതരണം തുടങ്ങിയവയ്ക്കുള്ള തുക കണ്ടെത്താനും ഇപ്പോൾ ധനവകുപ്പ് വിയർക്കുകയാണ്. സാധാരണ ഇത്തരം മേഖലകളിലെ സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുകൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടാറുള്ളത്. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയവരുടെ തുകയും നൽകേണ്ടതുണ്ട്. ഇതുകൂടാതെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണവും തുടങ്ങി. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും വർഷമായി നൽകി വരുന്ന ഓണസമ്മാനം ഇത്തവണ പ്രഖ്യാപിച്ചില്ലെന്ന പരാതിയും ഇവിടെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണക്കുകൾ നോക്കുമ്പോൾ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഓണത്തിന്റെ തിരക്കിലും സർക്കാർ നിൽക്കുന്നത്. വീണ്ടും കടമെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ. എന്തായാലും ഓണക്കാല ചെലവുകൾ നേരിടാൻ ആവശ്യമായ തുക ട്രഷറിയിൽ കരുതലുണ്ടെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും കടമെടുക്കാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. ഇനി CPMകാരോടും ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് എന്താണ്? ഓർമ്മയുണ്ടോ? കടമെടുക്കുന്നു, കേരളത്തെ മുടിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറയുന്നത്? സാഹചര്യം മനസ്സിലാക്കണം, മുൻ സർക്കാരിന്റെ ബാധ്യതകളുണ്ട്, വരുമാനം കുറവാണ്, ചെലവുകൾ കൂടുതലാണ്. അപ്പോൾ CPMും പറയും, ഇതാ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? അല്ല സഖാക്കളെ, നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഇതേ വാക്കുകൾ നിങ്ങൾ പറഞ്ഞപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചിരുന്നോ? ഇല്ല. അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സാമ്പത്തിക മാനേജ്മെന്റ് അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു സാഹചര്യം മനസ്സിലാക്കണമെന്ന്. കേരളത്തിലെ സാധാരണക്കാരൻ ഇതിന് നടുവിൽ നിന്ന് ചോദിക്കും, അപ്പോൾ ആരെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഓണം വരുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും സന്തോഷം, പൂക്കളം, സദ്യ, പുതിയ വസ്ത്രം, പായസം.
പക്ഷേ സർക്കാരിനോ അത് ഓണം ചെലവിന്റെ മഹോത്സവം. ശമ്പളം, പെൻഷൻ, ബോണസ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, ജീവനക്കാരുടെ അഡ്വാൻസ്, പിന്നെ വിവിധ മേഖലകളിലെ സഹായങ്ങൾ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം 9,000 കോടി വേണമെന്നാണ് കണക്ക്. അപ്പോൾ സർക്കാർ എന്തു ചെയ്യും? ജനങ്ങളോട് പറയും ഓണം സന്തോഷത്തോടെ ആഘോഷിക്കൂ. പിന്നെ ധനവകുപ്പിനോട് പണം എവിടെയുണ്ട്? ധനവകുപ്പ് പറയും അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പണമില്ല. അപ്പോൾ എന്തു ചെയ്യും? കടമെടുക്കാം. ഓണച്ചെലവുകൾക്കായി മാത്രം ഏകദേശം 20,000 കോടി കടമെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഓണസദ്യയിൽ ഒരു പുതിയ വിഭവം കൂടിയുണ്ട്. ചോറുമല്ല, സാമ്പാറുമല്ല, അവിൽ പായസവുമല്ല, പിന്നെ കടം. ഇനി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മനോഹരമായ പതിവ് നോക്കാം. പാർട്ടി എ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കടമെടുക്കുന്നത് വികസനത്തിനാണെന്ന് പറയും. പാർട്ടി ബി പ്രതിപക്ഷത്ത്, അയ്യോ കേരളം മുടിഞ്ഞു, അടുത്ത തിരഞ്ഞെടുപ്പ്, പാർട്ടി ബി അധികാരത്തിൽ, അപ്പോൾ ഞങ്ങൾ കടമെടുക്കുന്നത് വികസനത്തിനാണെന്ന്. പാർട്ടി എ പ്രതിപക്ഷത്ത്, കേരളം മുടിഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി മാറുന്നു, മന്ത്രി മാറുന്നു, പാർട്ടി മാറുന്നു, പക്ഷേ കടമെടുക്കുന്ന മിഷൻ മാത്രം നിർത്താതെ പ്രവർത്തിക്കുന്നു. ഇത് കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, അല്ല അധികാരത്തിലിരിക്കുമ്പോൾ കടം അനിവാര്യം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കടം മഹാപാവം. ഈ കണക്ക് ഏത് സാമ്പത്തിക ശാസ്ത്ര പുസ്തകത്തിലാണ്? ഇനി സർക്കാരിന്റെ പ്രതീക്ഷ എന്താണെന്നറിയാവോ? ഓണക്കാലത്ത് വിപണിയിൽ വലിയ തോതിൽ പണം ചെലവാകും, ജനങ്ങൾ വാങ്ങും, കടകളിൽ വിൽപ്പന കൂടും, വ്യാപാരം കൂടും, അതിലൂടെ GST വരുമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. അത് സംഭവിച്ചാൽ സർക്കാരിന് കുറച്ച് ആശ്വാസമാവും. അത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ചോദ്യം, ഓണം വരുമ്പോഴൊക്കെ GST കൂടും, അപ്പോൾ ഓരോ വർഷവും ഓണം വരുന്നത് വരെ കാത്തിരുന്ന് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാമോ? അല്ലാലോ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സ്ഥിരമായ വരുമാന വർധനയും ചെലവും നിയന്ത്രണവും ഒക്കെ വേണം. ഓണം ഒരു മാസം നിൽക്കും, സർക്കാരിന്റെ ചിലവ് 12 മാസം. അതുകൊണ്ട് ഓണത്തെ മാത്രം ആശ്രയിച്ച് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനാവില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനോടും CPM-നോടും ഒരു ചെറിയ അപേക്ഷ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇരുന്ന് ഒരു തീരുമാനമെടുക്കൂ. കേരളം കടമെടുക്കുമ്പോൾ അത് കോൺഗ്രസ് എടുത്താൽ നല്ല കടം, CPM എടുത്താൽ മോശം കടം, അല്ലെങ്കിൽ CPM എടുത്താൽ അനിവാര്യമായ കടം, കോൺഗ്രസ് എടുത്താൽ ധനകാര്യ ദുരന്തം എന്നൊന്നും പറയരുത്. കാരണം ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരാണ് അധികാരത്തിൽ എന്നതല്ല പ്രധാന ചോദ്യം. കടം എത്രയാണ്, എന്തിനാണ് എടുക്കുന്നത്, എങ്ങനെ തിരിച്ചടയ്ക്കും, സംസ്ഥാനത്തിന്റെ സ്വന്തം വരുമാനം എങ്ങനെ കൂട്ടും, നിത്യചിലവ് എങ്ങനെ നിയന്ത്രിക്കും, ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. കാരണം സർക്കാർ മാറിയാലും കടം മാറുന്നില്ലെങ്കിൽ, രാഷ്ട്രീയത്തിന്റെ നിറം മാറിയാലും സാമ്പത്തിക യാഥാർത്ഥ്യം മാറുന്നില്ല. ഇന്ന് കോൺഗ്രസ് പറയുന്നു സാഹചര്യം കൊണ്ടാണ് കടമെടുക്കുന്നത്, നാളെ CPM അധികാരത്തിൽ വന്നാൽ പറയും സാഹചര്യം കൊണ്ടാണ് കടമെടുക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടത് എന്താണ്? സാഹചര്യം മനസ്സിലായി, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കി തരാമോ? ഈ കടം അവസാനം ആര് തിരിച്ചടയ്ക്കും? കാരണം കടമെടുക്കുന്നത് സർക്കാർ, പക്ഷേ തിരിച്ചടക്കേണ്ടത് ജനങ്ങളുടെ പണത്തിൽ നിന്നാണ്. അതിനാൽ ഓണം ആഘോഷിക്കാം, സദ്യ കഴിക്കാം, പൂക്കളമിടാം, പക്ഷേ കാണം വിറ്റും ഓണം ഉണ്ണുന്ന ശീലം ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിരം സാമ്പത്തിക നയമാകാതിരിക്കട്ടെ. അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് സദ്യയിൽ ചോദിക്കേണ്ടി വരും, പായസമുണ്ടോ? ഉണ്ട്. കടം എത്ര? അത് അടുത്ത ബജറ്റിൽ പറയാം. ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക കഥ. പാർട്ടി മാറി, സർക്കാർ മാറി, പക്ഷേ കടമെടുക്കുക എന്ന പരിപാടിക്ക് മാത്രം മാറ്റമില്ല. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും വന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് ചോദിച്ചേക്കണം, ശരി, പക്ഷെ കടം എങ്ങനെ ശരിയാക്കും? അതാണ് ചോദ്യം. ഇന്ന് കോൺഗ്രസ് അധികാരത്തിലാണ്, ഇന്നലെ CPM ആയിരുന്നു, നാളെ ആരായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സർക്കാർ ആരുടേതായാലും ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ക്ഷേമം നടത്തണം, വികസനം നടത്തണം, അതോടൊപ്പം കടവും തിരിച്ചടയ്ക്കണം. അതിനാൽ ഇനി കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു പുതിയ ചോദ്യത്തിലേക്ക് മാറേണ്ട സമയമാണ്. ആരാണ് കൂടുതൽ കടമെടുത്തത് എന്നല്ല, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കടമെടുക്കേണ്ടി വരുന്നത് എന്നതാണ് ചോദിക്കേണ്ടത്. കാരണം ഇന്നത്തെ സർക്കാർ എടുത്ത കടത്തിന് നാളെ മറ്റൊരു സർക്കാർ ഉത്തരവാദിയാകും. പക്ഷേ അതിന്റെ ഭാരം അവസാനം വരുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മേലാണ്. അതുകൊണ്ട് അധികാരത്തിൽ ആരായാലും ഒരു കാര്യം ഓർക്കണം, കടമെടുത്ത് ഒരു വർഷം ആഘോഷം നടത്താം, പക്ഷേ കടമെടുത്തുകൊണ്ടേയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭാവി പണിയാൻ കഴിയില്ല. എന്തായാലും കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. കടം വീട്ടാൻ വേണ്ടി വീണ്ടും കടമെടുത്ത് നാടിനെ മുടിക്കുക, ഇതാണ് ഇപ്പോൾ അവസ്ഥ. ആരധികാരത്തിൽ വന്നാലും കേരളം ഈ കടക്കെണിയിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.